റുബിക്സ് ക്യൂബ് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രഞ്ജിത്ത്. ഇന്നലെ നമ്മൾ ഇതിനകത്ത് വൈറ്റ് സൈഡ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു. അതുകൂടെ തന്നെ ആദ്യത്തെ ലെയറും എങ്ങനെ സോൾവ് ചെയ്തെടുക്കാൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ മിഡിൽ പോർഷൻസും. അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒന്ന് റെഫർ ചെയ്ത് എന്നിട്ട് ഈ വീഡിയോ കാണാം. രണ്ടാമത്തെ ലെയർ എന്ന് പറയുമ്പം അതിൻ്റെ എല്ലാം സെൻറ്റർ പീസുകൾ ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോൾ ഈ മിഡിൽ പീസുകൾ മാത്രമേ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിന് 4 മിഡിൽ പീസ് ഉണ്ട്. ഈ 4 മിഡിൽ പീസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ലെയർ നമുക്ക് സോൾവ് ആയി കിട്ടും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടി ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് ഇവിടെയുള്ള കളർ, അതായത് ഇപ്പോൾ ബ്ലൂ, ഏതെങ്കിലും ഒരു കളർ, ബ്ലൂ ആണോ അല്ലെങ്കിൽ ഓറഞ്ച് ആണോ, അത് ഓറഞ്ച് ഉണ്ട്. ഓറഞ്ചിന് ഇവിടെ ഉണ്ട് ഒരെണ്ണം കളറുണ്ട്. ഓറഞ്ചിൻ്റെ ഒരു കളർ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ആ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഓറഞ്ച് വന്നു. ഇനി ഓറഞ്ചിൻ്റെ ഈ സൈഡിൽ ഏതാ ഉള്ളത്? ഗ്രീനാണ്. ഗ്രീൻ എവിടേക്കാണ് ശരിക്കും വരേണ്ടത്? ഈ ഭാഗത്താണ് വരേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള സാധനം നമുക്ക് ഇവിടത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആകും. ഓക്കെ. അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റ് ഞാൻ കാണിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ഇതിന് ഇവിടേക്ക് വെക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. അതായത് ഇവിടത്തേക്കാണ് പോകേണ്ടത്, പക്ഷേ നമ്മളതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. എന്നിട്ട് ഈ മൂവ്മെൻറ്റ് ചെയ്യുക. ഇങ്ങനെ വീണ്ടും മുമ്പോട്ട് നിൽക്കുക. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റ് താഴേക്ക് എത്തി. പക്ഷേ നമുക്കറിയാം ഈ വൈറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് എങ്ങനെ കൊണ്ടുപോകും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇതിനൊന്ന് പുറത്തോട്ട് മാറ്റി വയ്ക്കുക, ഇതിനെ സൈഡിലേക്ക് കൊണ്ടുവരിക, വീണ്ടും പഴയ സ്ഥലത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റായി. വന്നു കഴിഞ്ഞപ്പോൾ ഇതിവിടെ എത്തി. ഇതിവിടെ കറക്റ്റാവുകയും ചെയ്തു. നമുക്ക് വേണ്ടിയിരുന്ന ഈ സാധനം ഇവിടെ എത്തി. നേരത്തെ അത് ഇവിടെയായിരുന്നു, ഇങ്ങോട്ടേക്ക് നമ്മൾ മാറ്റി വെച്ചായിരുന്നു. ഇവിടെയായിരുന്നു, ഇവിടെ നിന്ന് ഇവിടെ എത്തി. അപ്പോൾ ഈ സൈഡ് ക്ലിയറായി. ഇനി നമുക്ക് നോക്കേണ്ടത് വേറെ ഏത് കളറാണ് മാച്ചിങ് ആയിട്ടുള്ളതെന്ന്. ഇപ്പം ബ്ലൂ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ബ്ലൂ ഉണ്ട്, ഇവിടെ ഒരു ബ്ലൂ ഉണ്ട്. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ ബ്ലൂവിനെ മാറ്റി വയ്ക്കുക. ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ളത് ഓറഞ്ചാണ്. ഓറഞ്ച് എങ്ങോട്ട് പോകേണ്ടത്? ഈ സൈഡിലേക്ക്. ഇതാണ് ഓറഞ്ച് സൈഡ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അതിന് നിന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇതിന് ഈ വൈറ്റ് നേരെ ക്ലിയർ ചെയ്തിൽ നിന്ന് താഴോട്ടേക്ക് തിരിക്കുക, വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ മാറ്റി വയ്ക്കുക, അതിൻ്റെ നേരത്തേക്ക് തിരിക്കുക. അപ്പോൾ ഈ സാധനം വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ താഴെ വരും. കുഴപ്പമില്ല. നമുക്കറിയാം ഇത് താഴെ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന്. പുറത്തേക്ക് മാറ്റുക, ഇങ്ങോട്ട് തിരിക്കുക, വീണ്ടും എടുക്കുക, പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താ, ഈ സൈഡിൽ ക്ലിയറായി. നമുക്ക് വേണ്ടിയിരുന്ന ഈ സാധനം ഇവിടെ വരികയും ചെയ്തു. ഇപ്പോൾ ഈ രണ്ട് സൈഡ് നമുക്കൊരു ക്ലിയറായി. ഇനി എന്താ ഉള്ളത്? ഇനി റെഡിൻ്റെ ഒരു കളർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ റെഡ്, യെല്ലോ നമുക്ക് നോക്കണ്ട, കാരണം യെല്ലോ ഇവിടെ തന്നെയാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ പീസ് എടുക്കണ്ട, ഈ പീസ് നോക്കിയത് ഇതിനകത്ത് ഇതിങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കും. ഇതിപ്പോൾ റെഡായി. റെഡിൻ്റെ ഇവിടെ എന്താണ്? ഗ്രീനാണ്. അപ്പോൾ ഗ്രീൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഗ്രീൻ ഇങ്ങോട്ടല്ല പോകുന്നത്, ഗ്രീൻ ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഗ്രീൻ സൈഡ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് പോകണം, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു, ഇതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക, വീണ്ടും പഴയതുപോലെ ആക്കുക, എന്നിട്ട് വൈറ്റിനെ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് നമുക്കിവിടെ താഴേക്ക് വന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വൈറ്റ് താഴെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? വൈറ്റിനെ കൊണ്ട് മാറ്റി വയ്ക്കുക, ഇതിനെ താഴ്ത്തുക, വീണ്ടും മറ്റേ സ്ഥലത്തേക്ക് വരിക. ഓക്കെ. അപ്പോൾ ഇത് ശരിയായപ്പോൾ എന്തായി? നമുക്ക് വേണ്ട സാധനങ്ങളും ഇതും ക്ലിയറായി. മറ്റേ നമ്മളെ സാധനം ഇവിടെ എത്തുകയും ചെയ്തു. ഇനി ഒരെണ്ണം കൂടി എത്താനുള്ളൂ. അതേതാണ്? റെഡാണ്. ആ റെഡിനെ നമ്മൾ റെഡിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ നിന്നേക്കോട്ടെ വന്ന ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഇവിടത്തേക്ക് വരണം, ഈ ഭാഗത്തേക്ക് വരണം. ഈ ബ്ലൂ ഇവിടേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക, ഇതിനെ താഴ്ത്തി വയ്ക്കുക, വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിക്കുക, മുകളിലേക്ക് എത്തുക. അപ്പോൾ വൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ താഴെ എത്തി. അതിനൊന്ന് പുറത്തേക്ക് തിരിക്കുക, ഈ സാധനത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക, വൈറ്റിനെ മാച്ച് ചെയ്യുക, തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ വൈറ്റ് ശരിയായി, നമ്മൾ ഇതും എല്ലാം ശരിയായി. അപ്പോൾ ഈ പാട്ട് എല്ലാവർക്കും നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പ് പോയിട്ട് നാളെ അടുത്ത വീഡിയോയിൽ വരാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ യെല്ലോ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായി? ഇത് ക്ലിയറായി, ഈ 2 ലൈൻ ക്ലിയറായി, യെല്ലോ ക്ലിയറായി. അതിനുശേഷം ബാക്കിയിലേക്ക് പോകാം.